ധന്യ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുമ്പോൾ ഇപ്പോൾ പിന്നെ വക്കീലും ജഡ്ജിയും എല്ലാം ഓരോരോ ചാനലുകളാണ്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വി വളരെ അഗ്രസീവായിട്ട് ആ കാര്യത്തിൽ വാർത്തകൾ കൊടുക്കുന്നു. ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഓരോ ലീലാവിലാസങ്ങളെ സംബന്ധിച്ചുള്ള സ്ക്രീൻഷോട്ടുകളോ ഓഡിയോ ക്ലിപ്പുകളോ അവർ പുറത്തു വിടുന്നു. ശ്രദ്ധേയമായ സംഗതി, അതിൻ്റെ അവതാരകനായ നമ്മുടെ മൊട്ട അരുൺ കഴിഞ്ഞ ദിവസം ഒരു വെളിപ്പെടുത്തൽ നടത്തിയുണ്ടായി. എനിക്കൊരു ഖേദമുണ്ട്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ ഈ പൊതുവേദിയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ തുടക്കകാലത്ത് എനിക്കും ഒരു പങ്കുണ്ടായിരുന്നു. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ് ഫാദർമാരായിട്ടുള്ളവർ എന്നെ സമീപിക്കുകയും ഇങ്ങനെ ചർച്ചകളിൽ ഒരു യുവ നേതാവുണ്ട്, അദ്ദേഹത്തിന് പരമാവധി അവസരങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ചർച്ചകളിൽ വിളിച്ചിരുത്തി അതിൻ്റെ ഭാഗമാക്കി. പിന്നീട് എനിക്ക് ഇതേപോലെ ഇയാളിൽ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് എനിക്ക് പിന്നീട് തോന്നലുണ്ടായി. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ആ രീതിയിൽ മുമ്പോട്ട് പോയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ റിപ്പോർട്ടർ ടി വിയുടെ തന്നെ ഏതോ ഒരു ഓണം പരിപാടിയിലോ മറ്റോ ചിന്താ ജെറോമിനെ അടക്കം വിളിച്ചിരുത്തി വലിയ ആഘോഷപൂർവ്വം ചർച്ചയൊക്കെ നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രപ്പോസ് ചെയ്ത ആളാണ് ചിന്താ ജെറോം എന്നൊക്കെയുള്ള ക്ലിപ്പൊക്കെ വന്നത് ഈയിടക്ക് വീണ്ടും വൈറലായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അരുണാണ് ഇപ്പോൾ ഖേദപ്രകടനമായിട്ട് വന്നേക്കുന്നത്. എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഈ അരുൺകുമാറിന് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വലിച്ചീറി ഒട്ടിക്കാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ, ഈ കാര്യത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട് അല്ലേ? അതെ, അഞ്ജു പാർവതി പ്രവേശ്, ഒരുമാതിരിയുള്ള വായനക്കാർക്ക് എല്ലാവർക്കും അഞ്ജുവിനെ അറിയാം. അഞ്ജു എപ്പോഴും പല കാര്യങ്ങൾക്കും ഇത്തരം കത്തി നിൽക്കുന്ന വിഷയങ്ങൾക്കൊക്കെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഒരു എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയാണ് അഞ്ജു പാർവതി പ്രവേശ്. അഞ്ജു പറയുന്നത്, വാസവദത്തയുടെ ചാരിത്ര്യ പ്രസംഗം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മരമുറി ചാനൽ കഴിഞ്ഞ 3 ദിവസമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മരമുറി ചാനൽ, അതാണ് റിപ്പോർട്ടർ ചാനൽ. മരമുറി കഴിഞ്ഞ 3 ദിവസമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവിഹിത എഞ്ചിനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. കുറെ വോയിസ് ക്ലിപ്പുകളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും എടുത്ത് വീശി അവർ സ്ത്രീ സുരക്ഷയുടെ സൈറൻ മുഴക്കുന്നു. ബ്ലോക്ക് ബട്ടൺ ഓപ്ഷൻ എന്തെന്നറിയാത്ത എന്തൊക്കെയോ കുറെ സ്ത്രീകളുടെ അഭിമാനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ എഞ്ചിൻ പ്രവർത്തിക്കുന്നു. അതിന് എന്ത് ധാർമ്മികതയാണ് ഈ ചാനലിനുള്ളത്? കേവലം 6 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന വണ്ടിപ്പെരിയാറിലെ പൊടിക്കുഞ്ഞ് തൂങ്ങി നിന്നാടിയത് ഒരു കാമപിശാചിന്റെ മനോവൈകൃതം കൊണ്ടായിരുന്നു. 3 വയസ്സ് മുതൽ ബിസ്ക്കറ്റ് കൊടുത്ത ആ പൊടിക്കുഞ്ഞിനെ വശത്താക്കി അതിന്റെ ഇളം മേനി കൊത്തിപ്പറിച്ച കഴുകൻ അർജുൻ ഒടുക്കം അതിനെ കൊന്ന് കെട്ടിത്തൂക്കി. അർജുൻ എന്ന റീസൈക്കിൾ കേരളയുടെ ഭാഗമായ സഖാവിനെയും ആരും മറന്നിട്ടില്ല. രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് ഒടുക്കം കൃത്യമായ തെളിവുകൾ നിരത്താതെ വെറും പേരിന് മാത്രമുള്ള ഒരു പോക്സോ കേസായി അത് കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഒടുക്കം ഡിസംബർ 2023 അവനെ കോടതി വെറുതെ വിട്ടു. ഇപ്പോൾ വീണ്ടും ആ കേസ് ഓപ്പൺ ചെയ്തു എന്നറിയുന്നു. ആദ്യമായി ഒരു ബാലപീഡകനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ എടുപ്പിക്കാൻ അവനെ വെളുപ്പിക്കാൻ തക്ക തൊലിക്കെട്ടി ഒരു ചാനലിനും ജേർണലിസ്റ്റിനും ഉണ്ടായതിന്റെ ചിത്രമാണ് മുകളിൽ. അതായത് അരുൺകുമാറും അർജുനും തമ്മിലുള്ള ഇന്റർവ്യൂ. വെറും 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയ എട്ടും പൊട്ടും തിരിയാത്ത 3 വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ തുടർച്ചയായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തന്റെ ഇന്റർവ്യൂ എടുക്കാൻ ഉളുപ്പ് തോന്നാത്ത ചാനലാണ് ഇപ്പോൾ കുറച്ച് വോയിസ് ക്ലിപ്പ് എടുത്ത് വീശി സദാചാരത്തിന്റെ സ്റ്റഡി ക്ലാസ് നടത്തുന്നത്. അവര് തുപ്പിയതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ നികൃഷ്ടമല്ല. അയാൾ ആരുടെ വീട്ടിലും കടന്നു ചെന്ന് റേപ്പ് ചെയ്തിട്ടില്ല. പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ വേട്ടയാടിയിട്ടില്ല. ഒരു ചൂണ്ടയിട്ട് നോക്കി അതിൽ ആരെങ്കിലും കൊത്തിയാൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയിൽ ചെയ്തതാണ്. പെണ്ണ് തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ തീരുന്ന ടൈപ്പ് ഞരമ്പീസ. അതിന് അയാൾ സ്വന്തം പ്രസ്ഥാനം, പദവി എന്നിവ കരുവാക്കി എന്നത് തെറ്റ്. 18 വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമ്മതത്തോടെ ബന്ധപ്പെടാൻ റൈറ്റ് ഉണ്ടെന്നിരിക്കെ അയാളും മറ്റൊരു സ്ത്രീയും തമ്മിൽ ഉണ്ടായ ലൈംഗിക ബന്ധത്തെ ഇനി ഒരുപാട് സ്ത്രീകളുമായി അയാൾ ബന്ധപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അതൊക്കെ ബലാത്സംഗമാണെങ്കിൽ അല്ലേ ക്രൈം ഉള്ളൂ? പിന്നെ ഗർഭചിത്രം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ അപ്പുറത്തെ വശത്ത് നിന്ന് ശബ്ദ സാന്നിധ്യം അല്ലാതെ ബോഡി പ്രസൻസ് ഇല്ലെന്നിരിക്കെ അവർ നിയമപരമായി മുന്നോട്ട് പോകാതെ ഇരിക്കുവോളം അത് അവർ രണ്ടുപേരുടെയും മാത്രം സ്വകാര്യതയല്ലേ? സോഷ്യൽ മീഡിയയിലാവട്ടെ മൊബൈലിലാവട്ടെ അനാവശ്യ ചാറ്റിംഗ് കോളും തടയാൻ ഫോണിൽ തന്നെ സംവിധാനമുണ്ട്. എന്നിട്ടും ഉപയോഗിച്ചില്ല എന്ന് വരുമ്പോൾ പുരുഷൻ മാത്രം വില്ലനാകുമോ? അത് മാത്രമല്ല, രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് പ്രണയമോ സൗഹൃദമോ എന്തോ ആവട്ടെ, അതിൽ വിശ്വാസവഞ്ചന നടത്തി എന്നതിന്റെ തെളിവാണല്ലോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടൽ. അപ്പോൾ അതിൽ എന്ത് ധാർമ്മിക ശുദ്ധിയാണുള്ളത്?
ഇത് ഒരുത്തനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റ് അല്ല. തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം, കുടിക്കട്ടെ ലിറ്റർ കണക്കിന്. അതും കേവലം ഒരുത്തൻ മാത്രമല്ല, കുടിക്കുമ്പോൾ എല്ലാവരും കുടിക്കണം. കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് കൊച്ചു പിള്ളേരെ നോക്കി വെള്ളം ഇറക്കിയവനും ആ കൊതി കണ്ട സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ആവേശം പകർന്നവനുമൊക്കെ തെമ്മാടികൾ തന്നെയാണ്. സ്വന്തം ഉമ്മറത്ത് കിടക്കുന്ന അപ്പിയിൽ ചവിട്ടാതെ അപ്പുറത്ത് പറമ്പിൽ കിടക്കുന്ന കാക്കക്കാട്ടം കണ്ട് അയ്യേ എന്ന് വിളിക്കുന്ന ഓരോരുത്തന്മാരോടും പുച്ഛം മാത്രം. കലോത്സവ റിപ്പോർട്ട് ഞാൻ കണ്ട ഒപ്പനപ്പാട്ടിന്റെ സംഭവമാണെന്ന് തോന്നുന്നു. അതെ, റിപ്പോർട്ടർ ടിവിയിൽ തന്നെ വന്ന. അപ്പൊ അതൊന്നും വലിയ വിവാദമായിരുന്നു. അതെ, അതിനെതിരെ അല്ലേ നരൻകുമാറിനെതിരെ പോക്സോ കേസ് വന്നതും ഒക്കെ. ശരി, ഒരു പരിധി വരെ പറയുന്നതിലൊക്കെ ഒരു വാസ്തവം ഉണ്ട് എന്നുള്ളതാണ്. അല്ല, ഇത് ഒരു പരിധിക്കപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിന് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഏക പ്രശ്നം, അദ്ദേഹം ഒരു MLA ആയിരുന്നു. അദ്ദേഹം ഈ ഒരു പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിയായിട്ടിരിക്കുമ്പോൾ തൻ്റെ പദവികൾ ഇത്തരം തൻ്റെ സ്വകാര്യ എന്താ പറയുക ബലഹീനതകൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ള ഏക കുറ്റം. പക്ഷേ ഈ പറയുന്നത് പോലെ ഉഭയസമ്മത പ്രകാരമാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം ഈ പെൺകുട്ടികളെല്ലാം തന്നെ അതൊരു ബലാത്സംഗമായിട്ട് ചിത്രീകരിക്കാൻ പറ്റില്ല. ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെ. ലൈംഗിക ചൂഷണം പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതായത് ഉഭയസമ്മത പ്രകാരം നടക്കുന്നുവെങ്കിൽ തന്നെയും പരസ്പര വിശ്വാസമുണ്ട്. ഇത് മനഃപൂർവ്വം ഒരാളെ പറഞ്ഞു പറ്റിക്കുകയാണല്ലോ. അപ്പോൾ അത് ചൂഷണം തന്നെയാണ്. അത് ആ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം. പക്ഷേ അതിനപ്പുറം ഇതൊരു ബലാത്സംഗമാണ് അല്ലെങ്കിൽ ഒരു പീഡനമാണ് എന്ന് നമുക്ക് പറയാനൊക്കില്ല. ഇത് ഒരു ബലപ്രയോഗത്തിലൂടെ നേടിയെടുത്ത സംഗതിയല്ലല്ലോ. വിശ്വാസവഞ്ചന ചെയ്തിട്ടുണ്ട്. ഗർഭചിത്രം ഇവര് നടത്തിയെന്ന് പറഞ്ഞാലും ആ നടത്തിയ ആളെവിടെ? ഗർഭിണിയായ ആളെവിടെ? ഗർഭം ചുമന്ന ആളെവിടെ? അല്ല, അത് ഈ എന്താ പറയുക, കിട്ടാവുന്ന ഏക പിടിവള്ളി കളഞ്ഞിട്ട് ഇനി ആക്ഷേപം ഉന്നയിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ആ ഗർഭചിത്രം നടത്തിയതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഗർഭിണി ആയിരിക്കുമ്പോൾ അതാ ഇന്നയാൾ എന്നെ ദുരുപയോഗം ചെയ്തു, അതിന്റെ തെളിവ് എന്റെ വയറ്റിലുണ്ട് എന്ന് പറയുന്നതിനല്ല കുറച്ചുകൂടി ആധികാരിക. എനിക്ക് നേരെ അയാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലണം, നിങ്ങളുടെ മകൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് എന്നെ ഗർഭിണിയാക്കി. വീട്ടുകാർ അതിനെ കുറിച്ച് കേൾക്കുന്നില്ലെങ്കിൽ ഇതേ പ്രസ്താവന നേരെ മാധ്യമങ്ങളുടെ മുമ്പിൽ നടത്തിയാലും മതിയല്ലോ. വിത്ത് തെളിവ്. തെളിവ് വയറി കിടക്കല്ലേ, DNA പരിശോധിച്ചാൽ മതിയല്ലോ. പണ്ട് ബീഹാറിലൊക്കെ വന്ന DNA പരിശോധന നടത്തിയിട്ട് പോയില്ലേ, അതുപോലെയൊക്കെ DNA പരിശോധിച്ചാൽ പോരെ? അല്ല, ബീഹാറിൽ നടന്ന DNA പരിശോധനയുടെ ഫലം ഇതുവരെ വന്നിട്ടില്ല. അതിപ്പോഴും മുംബൈയിൽ തന്നെ തീവ്രത ഇതുവരെ അളക്കാൻ പറ്റിയിട്ടില്ല. ശ്രീമതി ടീച്ചറിന് ആ കുഴല് കളഞ്ഞു എന്നാണ് പറയണത്. ആ കൂടിയതിന്റെ ഉണ്ട്, കുറഞ്ഞതിന്റെ കളഞ്ഞു പോയെന്ന്. അവർക്കെല്ലാം കുറഞ്ഞതല്ലേ വരുള്ളൂ, കൂടിയതൊക്കെ മറ്റു പാർട്ടിക്കാർക്കല്ലേ വരുള്ളൂ. അല്ല, പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വാർത്ത ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊരു സഹതാപം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്ത് പറയാനെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു മാനസിക നില സമ്മതിച്ചു കൊടുക്കണം. കാര്യം എല്ലാ വശത്തു നിന്നും ഈ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മറ്റേ നാടോടിക്കാറ്റ് സിനിമയുടെ അകത്ത് തിലകം പറയുന്ന പോലെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ ഈശ്വര എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. അതെ, അത് മാത്രമല്ല, വീട്ടുകാരുടെ മുന്നിലേക്ക് അമ്മയുടെ മുഖത്ത് പെങ്ങളുടെ മുഖത്തൊക്കെ നോക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ഒരു ചെറുപ്പക്കാരന്. പുറമെ അവൻ ഇത്രയും ഗജ ഫ്രോഡാണെന്ന് അറിയാത്ത വീട്ടുകാർ. ഇതിൽ ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആനുകൂല്യം കിട്ടിയത് ഈ ആരോപണം വരാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെ അല്ല, ഒരു മാസങ്ങൾക്ക് മുമ്പേ ഇതിന്റെ ഒരു കർട്ടൻ റൈസർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി അപ്പൊ തന്നെ ഇതിന് മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടാകണം. അതെ, ആ വാർത്ത നമ്മളന്ന് കൊടുത്തപ്പോഴല്ലേ പല മാധ്യമങ്ങളും കേസൊക്കെ കൊടുത്ത് ഭയങ്കര സംഭവമൊക്കെ ആക്കിയത്. പക്ഷെ ഇപ്പോഴും അവരെ സേഫ് ആണ്. അതെന്തുകൊണ്ടോ പുറത്ത് വന്നില്ല, വരാതിരിക്കുകയോ ചെയ്യട്ടെ. എന്തായാലും ഈ പറയുന്നവർക്കൊന്നും ആരെയും പറയാനുള്ള യോഗ്യത ഇല്ലാന്ന് ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും.